യാത്രക്കിടയിൽ എന്തെങ്കിലും നഷ്ടപ്പെടുക അല്ലെങ്കിൽ മറന്നു വെക്കുക എന്നുള്ളതൊന്നും പുതുമയുള്ള കാര്യമല്ല. ഫോണ്, കുട എന്നിവയൊക്കെ മറന്നു വെക്കുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. എന്നാൽ മറ്റൊരു രാജ്യത്ത് യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ട് നഷ്ടമായാലോ? ഒരുപാട് കാലമായി മനസ്സിൽ താലോലിച്ച് നടന്ന വിദേശയാത്ര ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായി മാറാൻ ഈ ഒരൊറ്റ കാര്യം മതി. പാസ്പോർട്ട് എന്ന് പറയുന്നത് വെറും ഒരു രേഖ മാത്രമല്ല, രാജ്യാന്തര യാത്രകളിൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണിത്. മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന തിരിച്ചറിയൽ രേഖയാണിത്. പാസ്പോർട്ട് കൈമോശം വന്നാൽ വിമാനം മിസ്സാകുമെന്ന് മാത്രമല്ല, മറ്റ് നിരവധി പ്രശ്നങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായി പോലീസിൽ പരാതി നൽകുക. നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സന്ദർശിച്ച് ഒരു പരാതി ഫയൽ ചെയ്യുക. പോലീസ് റിപ്പോർട്ടിന്റെ ഒരു കോപ്പി കൈവശം ഉറപ്പുവരുത്തുക. എംബസിയിലെ നടപടിക്രമങ്ങൾക്കും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനും ഈ രേഖ സഹായകമാകും. അടുത്തതായി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുക. പോലീസ് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ഇന്ത്യൻ എംബസിയുമായോ ഇന്ത്യൻ കോൺസുലേറ്റുമായോ ബന്ധപ്പെടുക. തുടർന്ന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്ന് അവർ വിശദമാക്കി തരും. നിങ്ങളുടെ സുരക്ഷിതമായ മടക്കയാത്ര ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ അടിയന്തര സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിന്ന് നൽകുന്നതായിരിക്കും. അടുത്തതായി എമർജൻസി സർട്ടിഫിക്കറ്റിനോ പുതിയ പാസ്പോർട്ടിനോ അപേക്ഷിക്കുക. എംബസിയിൽ എത്തിക്കഴിഞ്ഞാൽ പുതിയ പാസ്പോർട്ടിനായോ അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റിനായോ അപേക്ഷിക്കാവുന്നതാണ്. എമർജൻസി സർട്ടിഫിക്കറ്റ് ഒരു താൽക്കാലിക യാത്രാ രേഖയാണ്. പുതിയ പാസ്പോർട്ടിനു വേണ്ടി കാത്തു നിൽക്കാതെ വളരെ വേഗത്തിൽ തന്റെ സ്വരാജ്യത്തേക്ക് മടങ്ങാൻ ഇത് സഹായിക്കും. അടുത്തതായി വിസ റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നഷ്ടമായ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് ആണെങ്കിൽ ബന്ധപ്പെട്ട എംബസിയിൽ നിന്ന് വിസ റീഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷിക്കുക. ഇതിനായി അപേക്ഷിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് നിർബന്ധമായും വേണം. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും. അടുത്തതായി ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുക എന്നതാണ്. പാസ്പോർട്ട് നഷ്ടമായാൽ പകരം സംവിധാനം സാധ്യമാക്കുന്നതുവരെ നിങ്ങളുടെ യാത്ര അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര യാത്രയാണെങ്കിൽ നിങ്ങളുടെ എയർലൈനിനെ ഇക്കാര്യം അറിയിച്ച് ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുക. ആവശ്യമായ രേഖകൾ ഉണ്ടെങ്കിൽ മിക്ക എയർലൈനുകളും ബുക്കിംഗിലെ മാറ്റം അനുവദിക്കുന്നതാണ്. യാത്രാ ഇൻഷുറൻസ് നിങ്ങൾക്കൊരു രാജ്യാന്തര യാത്രാ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് പ്രൊവൈഡറുമായി ബന്ധപ്പെടുക. പാസ്പോർട്ട് നഷ്ടമായി എന്ന് വ്യക്തമാക്കുന്ന പോലീസ് റിപ്പോർട്ടും വിസ ഫീസ്, ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത ചാർജ് തുടങ്ങി അധിക ചെലവുകളുടെ രസീതും സമർപ്പിക്കുക. പാസ്പോർട്ട് നഷ്ടമായതിനെ തുടർന്നുണ്ടായ അമിത ചെലവുകളുടെ ഒരു ഭാഗം കവർ ചെയ്യാൻ ട്രാവൽ ഇൻഷുറൻസിനെ കൊണ്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ എന്ന് കരുതി ആരും പാസ്പോർട്ട് കൊണ്ടുപോയി കളയുകയൊന്നും ചെയ്യരുത്.